അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. പ്രിയമുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഒരു വിശ്വാസിയെ റഹ്മാനായ റബ്ബിലേക്ക് അങ്ങേയറ്റം അടുപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഇബാദത്താണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഷാർത്ഥം നമുക്ക് കാണാൻ കഴിയും. തടഞ്ഞു വെക്കുക, പിടിച്ചു വെക്കുക, താമസിക്കുക, ഭജനമിരിക്കുക എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതുകൊണ്ട് മതപരമായി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഹുവ അൽ ഇഖാമത്തു ഫിൽ മസ്ജിദ്, പള്ളിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞുകൂടുക എന്നാണ്. എങ്ങനെ? ബിനിയ്യത്തി തഖർറുബി ഇലല്ലാഹി അസ്സ വജല്ല ലൈലൻ കാന ഔ നഹാറ, രാവിലാകട്ടെ പകലിലാകട്ടെ അള്ളാഹുലേക്ക് സാമീപ്യം സിദ്ധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരടിമ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിൽ കഴിച്ചു കൂട്ടുന്നതിനാണ് മതപരമായിക്കൊണ്ട് ഇഅ്തികാഫ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ ലക്ഷ്യമാണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫിന് ഉള്ളത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സാദുൽ മആദിൽ എന്താണ് ഇഅ്തികാഫ് കൊണ്ട് നാം ലക്ഷ്യം വെക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ഉഖൂഫുൽ ഖൽബി അലാ ത്വാഅത്തില്ലാഹി അസ്സ വജല്ല, അഥവാ മനസ്സിനെ അള്ളാഹുൽ അങ്ങോട്ട് ഏൽപ്പിക്കലാണെന്നാണ്. അതേപോലെ തന്നെ ജംഉൽ ഖൽബി അലൈഹി വ വഖ്ഫുൻ നഫ്സി ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്മരണയിൽ ആ മനസ്സിനെ തളച്ചിടുക എന്നും, അൽ ഖൽവത്തു ബിഹി സുബ്ഹാനഹു, അള്ളാഹുവോടൊപ്പം നമ്മളൊന്ന് തനിച്ചാവുക എന്നതാണ്. അതേപോലെ തന്നെ അൽ ഇൻഖിതാഉ അനിൽ ഇഷ്തിഗാലി ബിൽ ഖൽഖി വ തഫ്രീഖിൽ ഖൽബി മിൻ ഉമൂരി ദുനിയ വൽ ഇഷ്തിഗാലു ബിഹി വഹ്ദഹു സുബ്ഹാനഹു, അഥവാ ഭൗതികപരമായിക്കൊണ്ടുള്ള എല്ലാവിധ കാര്യങ്ങളിൽ നിന്നും ഒന്ന് മാറി നിന്ന് മനസ്സിനെ പരിപൂർണാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിലേക്കും അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിലേക്കും അവൻ ഒരുക്കിയ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ഉതകുന്ന വിധത്തിൽ ഭൗതികപരമായിക്കൊണ്ടുള്ള ബാക്കിയുള്ള എല്ലാ ഏർപ്പാടിൽ നിന്നും റഹ്മാനായ റബ്ബുമായിക്കൊണ്ടൊന്ന് ഒരുമിച്ചിരിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒരു മനുഷ്യനിക്ക് ഇതിലൂടെ നേടാൻ കഴിയേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെയാകുന്നതോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ സാമീപ്യവും കരസ്ഥമാക്കുന്നതിനെ കുറിച്ചായിരിക്കും അവൻ നിരന്തരമായിക്കൊണ്ട് ചിന്തിക്കുക എന്നും, അങ്ങനെ അള്ളാഹുവോടുള്ളൊരു സുഹബത്ത്, അള്ളാഹുവോടുള്ള സഹവർത്തിത്വം എനിക്ക് കിട്ടുന്നതോടുകൂടെ എനിക്ക് എന്തിനും എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ടാവുമെന്നും, ഞാൻ മരണപ്പെട്ടാലും എൻ്റെ കാര്യങ്ങൾ എൻ്റെ റബ്ബ് നോക്കിക്കോളും എന്ന ആ ഒരു രീതിയിലേക്ക് ഇഅ്തികാഫിലൂടെ ഒരു മനുഷ്യനിക്ക് അടുക്കാൻ കഴിയണം എന്നതാണ് പണ്ഡിതന്മാർ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുൻപും നിലനിന്നിരുന്നൊരു ഇബാദത്തായിരുന്നു ഇഅ്തികാഫ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, കുൻതു നദർതു ഫിൽ ജാഹിലിയ അൻ അഅ്തകിഫ ലൈലത്തൻ ഫിൽ മസ്ജിദുൽ ഹറാം, പ്രവാചകരെ മസ്ജിദുൽ ഹറാമിൽ ഞാൻ ഒരു രാത്രി ഇഅ്തികാഫ് ഇരുന്നോളാം എന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ എന്താക്കിയിട്ടുണ്ട്, റബ്ബിനോട് നേർച്ച ചെയ്തിട്ടുണ്ട്. ഞാനത് വീട്ടേണ്ടതുണ്ടോ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, ഫഔഫി ബിനദിരിക, നീ നിൻ്റെ നേർച്ച വീട്ടണം എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് നേരത്തെ പരിചയമുള്ളൊരു ഇബാദത്തായിരുന്നു ഇഅ്തികാഫ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ റമദാനിൽ മാത്രമല്ല യഥാർത്ഥത്തിൽ ഇഅ്തികാഫ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശവ്വാലിലെ അവസാന 10-ൽ ഇരുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ മദീനയിലെത്തിയ ശേഷം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10-ൽ, അഥവാ റമദാനിലെ അവസാനത്തെ 10-ൽ ഇഅ്തികാഫ് അനുഷ്ഠിച്ച് പോരുന്നൊരു ശീലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നുവെന്നും, ഏതോ ഒരു റമദാനിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും, ഒരു ദിവസം പോലും ഇഅ്തികാഫ് ഇരുന്നില്ല എന്നും, പിറ്റേ വർഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത്തെ 10-ഉം മൂന്നാമത്തെ 10-ഉം ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഇഅ്തികാഫ് ഇരിക്കാം എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്നും കാണാൻ കഴിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യഅ്തകിഫു അൽ അശറ ലവാഖിറ മിൻ റമളാൻ ഹത്താ തവഫഹു അല്ലാഹു അസ്സ വജല്ല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ അവസാനത്തെ 10-ൽ പ്രവാചകൻ ഇഅ്തികാഫ് ഇരുന്നു എന്നും, സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, അവിടുത്തെ മരണത്തിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരായ അവിടുത്തെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അഥവാ സ്ത്രീകൾക്കും
പള്ളിയിലേക്ക് പ്രവേശിക്കാം എന്നതിന് വളരെ വ്യക്തമായൊരു തെളിവാണ് നമുക്കിതിലൂടെ കിട്ടുന്നത്. അടിയാർത്ഥികളായ റഹ്മാനായ റബ്ബിൻ്റെ അടിയാർത്ഥികളായ സഹോദരിമാരെ പള്ളിയെ തൊട്ട് നിങ്ങൾ വിലക്കരുത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവായി പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അവിടുന്ന് പല സഹോദരിമാരും എഴുത്തിക്കാഫിന് വന്നിരുന്നതൊക്കെ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ശർഅാക്കിയ ഒരു ഇബാദത്താണ് ഈ പറയപ്പെട്ട എഴുത്തിക്കാഫ് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഏത് ഒരു ഇബാദത്തിനും ചില നിബന്ധനകളുള്ള പോലെ തന്നെ എഴുത്തിക്കാഫ് എന്ന് പറയുന്ന മഹത്തരമായ ഇബാദത്തിനും ചില നിബന്ധനകൾ ഫിഖ്ഹിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് മുസ്ലിം ആവുക എന്നുള്ളതാണ്. എഴുത്തിക്കാഫ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇരിക്കുന്ന ആളായിരിക്കണം മുസ്ലിം ആയിരിക്കണം എന്നുള്ളതാണ്. 2 ബുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. ഭ്രാന്തൻ എഴുത്തിക്കാഫ് ഇരുന്നത് കൊണ്ടൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ബുദ്ധി ഉണ്ടാവുക എന്നും അതേപോലെ തന്നെ തംയീസ് അഥവാ വകതിരിവ് ഉണ്ടാവുക എന്നുള്ളതും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിയ്യത്ത്. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് പള്ളിയിൽ കയറി അവിടെ പോയി ഒരു ഭാഗത്തിരുന്നാൽ എന്താവില്ല, എഴുത്തിക്കാഫ് ആവില്ല. മറിച്ച് ഞാൻ എഴുത്തിക്കാഫ് ഇരിക്കുന്നു, ഭജനമിരിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഒരു നിലക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു നിയ്യത്തോടുകൂടെ ആ ഒരു ചിന്തയോടുകൂടെ ബാക്കിയുള്ളതിൽ നിന്നെല്ലാം ഒഴിവായി ഇരിക്കുമ്പോഴാണ് എഴുത്തിക്കാഫ് ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ സഹോദരിമാർ എഴുത്തിക്കാഫ് ഇരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ അനുമതി കിട്ടണം എന്നുള്ളൊരു നിബന്ധന പണ്ഡിതന്മാർ നമുക്ക് പറയുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ഭർത്താക്കന്മാരുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഭാര്യമാർക്കും എഴുത്തിക്കാഫ് ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ദീന് പഠിക്കുന്നത്. അതേപോലെ തന്നെ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകണം. ഒരാൾ ജനാപത്തുകാരിയാണ് എങ്കിൽ എഴുത്തിക്കാഫ് തുടരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന്ന് കുളിച്ച് ശുദ്ധിയാകണം എന്നുള്ളതാണ്. അതേസമയം ചെറിയ അശുദ്ധിയാണ്, ഒരാളുടെ വുളു മുറിഞ്ഞു, അവൻ്റെ എഴുത്തിക്കാഫ് പ്രശ്നമാകുമോ? യാതൊരുവിധ കുഴപ്പവുമില്ല. അവന് വുളു പുതുക്കലാണ് നല്ലത്. പക്ഷേ വുളു നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാളുടെ എഴുത്തിക്കാഫ് മുറിയുകയില്ല. അതേസമയം വലിയ അശുദ്ധിക്കാരനായി കഴിഞ്ഞാൽ വേഗത്തിൽ പോയി കുളിക്കണം. കാരണം പള്ളിയിൽ വലിയ അശുദ്ധിക്കാരനായിക്കൊണ്ട് അധിക നേരം ഇരിക്കാൻ പറ്റൂല എന്നത് തന്നെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പള്ളിയിലാകണം എന്നുള്ളതാണ്. എഴുത്തിക്കാഫ് എന്നുള്ളത് പള്ളിയിൽ മാത്രമേ പറ്റുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുക. അതിനവർ തെളിവ് പിടിച്ചത് സൂറത്തുൽ ബഖറയിൽ 187 വലാ തുബാശിറൂഹുന്ന വ അൻതും ആക്കിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ പള്ളികളിൽ എഴുത്തിക്കാഫ് ഇരിക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കരുതെന്ന് പറഞ്ഞപ്പോൾ എഴുത്തിക്കാഫ് ഇരിക്കുന്ന ഇടം അത് പള്ളികളാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് തന്നെയും ജുമുഅ നടക്കുന്ന പള്ളിയാകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് അതിൻ്റെ നിബന്ധനകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയണത്. അതേപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങളും ഏതൊരു ഇബാദത്തും മുറിയുന്നത് പോലെ തന്നെ എഴുത്തിക്കാഫ് എന്ന് പറയുന്നൊരു ഇബാദത്താണെന്നുണ്ടെങ്കിൽ ആ എഴുത്തിക്കാഫിന് മുറിക്കുന്ന ചില കാര്യങ്ങളുമുണ്ട് എന്ന് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചതിൽ ഒന്ന് അനാവശ്യമായിക്കൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തു പോകുക എന്നുള്ളതാണ്. അനാവശ്യമായിക്കൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ എഴുത്തിക്കാഫ് ഇരിക്കുന്ന സമയത്ത് തൊട്ടിപ്പുറത്ത് ഒരു ചുമരിപ്പുറത്താണല്ലോ വീട്. ആ വീട്ടിലേക്ക് പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും വലിയ ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിലും പോയിട്ടില്ല എന്നാണ് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അഥവാ വക്കാനല്ല യദ്ഖുലുൽ ബൈത്ത ഇല്ലാ ലിഹാജ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലിരുന്നിട്ട് തല ഇങ്ങനെ നീട്ടി കൊടുക്കുന്നതാണ്, മുടി ചീകാനും മറ്റൊക്കെ. എങ്കിൽ അതിന് വേണ്ടിയിട്ട് പോലും പ്രവാചകൻ എന്താക്കിയിട്ടില്ല, ശരീരം മൊത്തത്തിൽ ഇങ്ങോട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇല്ലാ ലിഹാജ, അങ്ങേയറ്റം ആവശ്യമുള്ള സന്ദർഭത്തിലല്ലാതെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അതിനെ മുറിച്ച് കളയുന്ന മറ്റൊന്നാണ് ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുക എന്നുള്ളത്. വലാ തുബാശിറൂഹുന്ന എന്നാണ് പറയുക. വലാ തുബാശിറൂഹുന്ന വ അൻതും ആക്കിഫൂന ഫിൽ മസാജിദ്. നിങ്ങൾ പള്ളികളിലായിരിക്കെ ഭാര്യ ഭർത്തൃ ബന്ധം ഒരിക്കലും നടത്താൻ പാടില്ല എന്നും. ഇനി ഒരാൾക്ക് സ്വപ്നസ്ഖലനമുണ്ടായി, ഒരാൾ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിക്കാഫ് മുറിഞ്ഞു പോകും? ഒരിക്കലുമില്ല. അദ്ദേഹം എന്ത് ചെയ്യണം? വേഗം പോയിട്ട് കുളിച്ചിട്ട് വരണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ലൈംഗിക വികാരത്തോടുകൂടെ ഭാര്യയെ സ്പർശിക്കലോ ചുംബിക്കലോ എഴുത്തിക്കാഫിനെ ബാധിക്കുമെന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഹൈൽ ഉണ്ടാവുക, അതേപോലെ തന്നെ നിഫാസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് വേഗം പള്ളിയിൽ നിന്നും പുറത്തു പോകണം എന്നാണ്. കാരണം അശുദ്ധിയോടുകൂടെ പള്ളിയിൽ നിൽക്കാൻ പാടില്ല. അവരുടെ എഴുത്തിക്കാഫ് മുറിയുന്നു, അവർ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, എഴുത്തിക്കാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ഈ ഒരു ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്ത് നമുക്ക് പൊതുവേ സുന്നത്താക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട് പണ്ഡിതന്മാർ, അതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ
ഏറ്റവും ഉത്കൃഷ്ടമായ പള്ളികളിലാവുക എന്നുള്ളതാണ്. എത്തികാഫിൻ്റെ വിഷയത്തിൽ സുന്നത്താക്കപ്പെട്ട കാരണം ഏറ്റവും ഉത്കൃഷ്ടമായ പള്ളികളിലാവുക എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മസ്ജിദുൽ ഹറാമിലാവുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് അവിടെയാണ്. അതിന് കഴിയില്ല മസ്ജിദ് നബവിയിലാവുക, അതേപോലെ തന്നെ മസ്ജിദുൽ അക്സയിലാവുക. ഈ മൂന്നും കഴിഞ്ഞാൽ പിന്നെ ഏത് പള്ളിയും പറ്റും. ജമാഅത്ത് നടക്കുന്ന മസ്ജിദുൽ ജാമിഅ അഥവാ ജുമുഅയും ജമാഅത്തും ഒക്കെ നടക്കുന്ന പള്ളിയിലാവുക എന്നുള്ളതാണ്. ഇനി ജമാഅത്ത് എന്നുള്ളത് ജുമുഅ നടക്കുന്ന പള്ളികൾ തന്നെയാകണം എന്നുള്ളത് ഷർത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. പിന്നെ സാധാരണ നിസ്കാര പള്ളിയാണ് അവിടെ ജമാഅത്ത് നടക്കുന്നത്, അവിടെയും പള്ളിയിൽ പോയിട്ട് എഴുത്തിക്കാഫ് ഇരിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ജുമുഅ കൂടെ സംഘടിപ്പിക്കപ്പെടുന്ന പള്ളികളാണെന്നുണ്ടെങ്കിൽ അതിന് പോലും പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കാരത്തിനും അതേപോലെ തന്നെ പിന്നെ രോഗിയെ സന്ദർശിക്കാൻ പോലും എഴുത്തിക്കാഫ് ഇരിക്കുന്ന വേളയിൽ പുറത്തു പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, പരമാവധി നമ്മൾ നന്മകളിൽ വ്യാപൃതമാവുക എന്നുള്ളതാണ്. സുന്നത്താക്കപ്പെട്ട മറ്റൊരു കാര്യം പരമാവധി നമ്മൾ നന്മകളിൽ വ്യാപൃതരാവുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടാണ് നിസ്കാരം. ഖിയാമുൽ ലൈലൊക്കെ പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പള്ളിയിൽ പോയിരിക്കുന്ന സമയത്ത് രാത്രി നിസ്കാരങ്ങൾ ഉണ്ടാകാറുണ്ട്, സുദീർഘമായ നിസ്കാരം ഉണ്ടാകാറുണ്ട്. അത് വളരെ റാഹത്തായൊരു സംഭവമാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. രാത്രിയിൽ സുദീർഘമായിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാം. സുന്നത്ത് നമസ്കാരങ്ങൾ നമുക്ക് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാം. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരം തന്നെയാണ്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള രഹസ്യ സംഭാഷണം എന്നല്ലേ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം പരമാവധി നമ്മൾ നിർവഹിക്കുക. കാരണം ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉഷാറ് വിശുദ്ധ ഖുർആൻ്റെ പാരായണം തന്നെയാണ്. അതേപോലെ തന്നെ അദ്കാറുകൾ, അതേപോലെ തന്നെ സ്വതക്കകൾ, പ്രത്യേകിച്ച് അവസാനത്തെ 10 നമ്മൾ നിൽക്കുമ്പോൾ ഓരോ ദിവസവും ഇൻഷാ അള്ളാഹ് നമ്മൾ വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള സംരംഭങ്ങളും കാര്യത്തിനൊക്കെ സ്വതക്ക കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഉള്ളൊരു എമൗണ്ടിന് 10 ആയിക്കൊണ്ട് നമ്മൾ വിഭജിച്ച് ഓരോ ദിവസവും എന്തിനും സ്വതക്ക കൊടുക്കുന്ന രൂപം നമ്മൾ ഉണ്ടാവുക. റമദാനിലാകുമ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രി നമുക്ക് ചെയ്യാനുള്ളത് ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിച്ച് റഹ്മാനായ റബ്ബിനോട് നിരന്തരമായ ഇബാദത്തിലാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അള്ളാഹ് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു പോരിശ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറഞ്ഞ് 83 വർഷത്തോളം ഇബാദത്ത് ചെയ്തതിനേക്കാട്ടിലും കൂലി നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു അനർഘമായ നിമിഷമാണ്. ഒരൊറ്റ രാത്രിയുള്ളൂ, ഒരു വർഷത്തിലാകെ ഒരു രാത്രിയുള്ളൂ ഇൻഷാ അള്ളാഹ്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് ഇൻഷാ അള്ളാഹ് കഴിവിൻ്റെ പരമായി നമ്മൾ നന്മകൾ വ്യാപൃതരാകാൻ വേണ്ടി പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് പൊറുക്കലിനെ ചോദിക്കുക. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നുള്ളത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന മനോഹരമായ പാപമോചനത്തിൻ്റെ പ്രാർത്ഥനയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കുക. എല്ലാ അർത്ഥത്തിലും ഭൗതികപരമായി കൊണ്ടുള്ള എല്ലാ കാര്യത്തിൽ നിന്നും മാറി നിന്ന് സ്വസ്ഥവും സമാധാനവുമായി നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനായ റബ്ബിലേക്കൊന്ന് അങ്ങോട്ട് ചേർന്നിരുന്ന് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സങ്കടങ്ങളും എല്ലാം പങ്കുവെച്ച് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ഇഅ്തികാഫ് എന്ന മഹത്തരമായ ആരാധനയെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളിലും ഓടി നടക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളിതുവരെ ചെയ്ത എല്ലാ നന്മകളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാദാ ഹുവ ഇൻദി വല്ലാഹു അലം ബിസ്സവാബ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.